ഹലോ ഗായ്സ്. അപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇപ്പം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഓരോ ദിവസവും നമുക്ക് പറയാൻ പറ്റാത്ത തലത്തിലോട്ട് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ന്യൂസാണ്, നെടുമങ്ങാട് ഒരു 1.5 വയസ്സുകാരൻ ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചു എന്നാണ് ആദ്യം വന്ന റിപ്പോർട്ട്. പക്ഷേ അങ്ങനെയല്ല, അത് രണ്ടാനച്ഛൻ അത് ഉപദ്രവിച്ച് കൊന്നതാണെന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ ഈ 1.5 വയസ്സായ കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കണമെന്ന് വെച്ചാൽ അപ്പോൾ അവൻ്റെ മെൻറ്റാലിറ്റി എത്രത്തോളം ആണെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. അപ്പോൾ അമ്മ എവിടെയോ തമിഴ്നാട് എവിടെയോ ഡാൻസ് പ്രോഗ്രാമിന് പോയിരുന്ന സമയത്താണ് കുഞ്ഞിന് ചോറ് കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് കുഞ്ഞ് ബോധരഹിതനായതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ കേസ് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയപ്പോഴാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പുറത്തറിയുന്നത്. കാരണം ആ കുഞ്ഞിൻ്റെ രണ്ടാനച്ഛനാണ് ഈ അഷ്കർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഈ സ്ത്രീ, അതായത് കുഞ്ഞിൻ്റെ അമ്മയുടെ അമ്മ വന്ന് ന്യൂസിൽ ഒരുപാട് വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ട്. അപ്പം ആ വാർത്ത കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ദുരിതത്തിലായിരുന്നു ഈ കുഞ്ഞിൻ്റെ ജീവിതം എന്നുള്ളത്. ഈ കുഞ്ഞിനെ അപ്പം പെട്ടെന്ന് അമ്മ അടുത്തില്ല. ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു, ആദ്യം കുഞ്ഞിനെ വട്ടപ്പാറ SUT-യിലാണ് കൊണ്ടുപോയത്. അവിടെ കണ്ട ആൾക്കാരുണ്ട്. അപ്പം ഈ അമ്മ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് ആ കമൻറ്റിൽ ഞാൻ കണ്ടത്. ഇപ്പോൾ ചില ന്യൂസിൽ പറയുന്നു അമ്മ കൂടെ ഇല്ലായിരുന്നു, അമ്മ ഏതോ തമിഴ്നാട്ടിൽ എവിടെ ഡാൻസ് പ്രോഗ്രാമിന് പോയിരുന്നു എന്ന്. അപ്പോൾ ഈ സെക്കൻഡ് റിലേഷനിലാണ് ഇപ്പോൾ ഈ കുട്ടിയുടെ അമ്മ. അപ്പോൾ പല പ്രാവശ്യം ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഈ കുഞ്ഞിനെ കൊണ്ട് നിർത്തുകയും അവിടെ നിന്ന് കേസുമായിട്ട് പോവുകയും കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ അമ്മ കസ്റ്റഡി ചോദിച്ചിരുന്നു. അപ്പോൾ അവർക്കും വിട്ടുകൊടുത്തിട്ടില്ല. ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛൻ, അവരുടെ അച്ഛൻ്റെ ആൾക്കാരും ആ കുഞ്ഞിൻ്റെ ആദ്യത്തെ അച്ഛൻ്റെ ആൾക്കാരും കേസ് കൊടുത്ത് ഈ കുഞ്ഞിനെ കസ്റ്റഡിയിൽ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ ഈ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ്, അപ്പോൾ ഏകദേശം ഒത്തുതീർപ്പിലെത്തി കുഞ്ഞിനെ തിരികെ കൊടുക്കാം എന്നുള്ളൊരു സ്റ്റേജിൽ ആ വിശ്വാസത്തിലിരുന്ന സമയത്താണ് ഇവൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അപ്പം നമ്മളെ ന്യൂസിൽ തന്നെ പറയുന്നുണ്ട്, കുഞ്ഞിൻ്റെ ശരീരത്തിൽ ഒരുപാട് മുറിവുകൾ, സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച മുറിവുകൾ, ഇടിച്ച മുറിവുകൾ. അതിനേക്കാളും സങ്കടം എന്ന് വെച്ചാൽ കഴിഞ്ഞ മാസം ആ കുഞ്ഞിൻ്റെ 2 കൈ ഒടിഞ്ഞു എന്നാണ് പറഞ്ഞത്. ഇപ്പം നമുക്കിതെല്ലാം കേൾക്കുമ്പം അവൻ ഒടിച്ചതെന്ന് തന്നെ നമുക്ക് പറയാം. ആ ഫോട്ടോ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് തന്നെ തകർന്നു പോകും. ആ 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ടിട്ട് അമ്മയുടെ ഒക്കത്തിരിക്കുന്നു. അവളെ അമ്മയെന്ന് വിളിക്കാമോ നമുക്ക് അറിയില്ല. ഈ എല്ലാത്തിനും ആ ഒരു നീജൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അമ്മയെന്ന് അവളെ പറയണേന് അവിടെ ഒരു പ്രസക്തി ഇല്ല. അപ്പം അവൾക്ക് വേണ്ട എങ്കിൽ ഒന്നിൽ അവളുടെ അമ്മയുടെ കയ്യിൽ കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ യഥാർത്ഥ അച്ഛൻ്റെ വീട്ടുകാരുടെ കയ്യിൽ അല്ലെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിക്കായിരുന്നു. ഇതൊന്നും ചെയ്യാതെ നോക്കി ഇപ്പോൾ കുഞ്ഞിനെ ഈ ലോകത്ത് നിന്ന് തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. അപ്പോൾ വേണ്ട എങ്കിൽ ആരുടെയെങ്കിലും കയ്യിൽ ഏൽപ്പിക്കുക. എന്തിന് ഞാൻ നോക്കുന്നു എന്ന പേരിൽ ആ കുഞ്ഞിനെ ഇപ്പോൾ ലോകത്തുനിന്ന് ഇല്ലാതാക്കി. അപ്പോൾ എന്തുമാത്രം അത് വേദന സഹിച്ചിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ അമ്മ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ന്യൂസിൽ നമ്മുടെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുന്നേ പരിചയമുള്ള ആൾക്കാരെ ഇപ്പോൾ കാണിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അവിടുത്തെ പഞ്ചായത്ത് അംഗം കയറി നോക്കിയപ്പോൾ ബോഡി ഫുള്ളും 50-ൽ കൂടുതൽ മുറിവുകളും ചതവുകളും ഒക്കെ ആ കുഞ്ഞ് 1.5 വയസ്സായ കുട്ടിയുടെ ശരീരം എത്ര കാണുമെന്ന് നമുക്കറിയാലോ. ആ കുഞ്ഞിൻ്റെ ശരീരത്തിൽ 50-ൽ പരം മുറിവുകളുണ്ടെന്നാണ് പറയുന്നത്, ഇടിച്ചതും ചതഞ്ഞതും ഒടിഞ്ഞതുമായിട്ടുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ആരെങ്കിലും നമ്മളെ വീട്ടിലെ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് നമ്മൾ ഒടിക്കുമോ? അത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് തട്ടിയാൽ പോലും നമുക്ക് സഹിക്കില്ല. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് ഒടിക്കാനും ഒക്കെ തോന്നുന്നതെന്ന് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നില്ല. എല്ലാ വീട്ടിലും ഇങ്ങനെ ഉപദ്രവിക്കുകയോ അങ്ങനെ മക്കളെ പൊന്നുപോലെ നോക്കുന്ന അച്ഛനും അമ്മയുണ്ട്. അതിലുപരി ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ രണ്ടാനമ്മമാർ ചേർന്നും രണ്ടാനച്ഛന്മാർ ചേർന്നും ആദ്യത്തെ മാരേജിലെ പിള്ളേരെ ഉപദ്രവിക്കുന്ന കേസ് നമ്മുടെ നാട്ടിൽ ഒരുപാട് നടക്കുന്നുണ്ട്. ഇത് ഒരു ഒറ്റപ്പെട്ട കേസ് മാത്രമല്ല, ഒരുപാട്. ഇനിയിപ്പോൾ ഇന്ന് കഴിഞ്ഞ് നാളെ ആയിരുന്നാലും അടുത്ത് വേറൊരു കുട്ടിക്ക് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കും. അതാണ് നമ്മുടെ നാട്. പിന്നെ ഞാൻ ഈ പറയുന്ന കാര്യം കണ്ടിട്ട് നിങ്ങൾ ചിലപ്പം കമൻ്റ് ഇടും, എന്നെ തെറി വിളിക്കുന്ന രീതിയിൽ, നിനക്ക് വേറെ ജോലി ഇല്ലയോ, ഇതൊക്കെ ന്യൂസിൽ വന്നതല്ലേ എന്ന്.
ഇതൊക്കെ ന്യൂസിൽ വന്നതാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അതിനോട് പ്രതികരിക്കാൻ തോന്നും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോഴറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ മനസ്സിലും ഇതാണോ നിങ്ങൾ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്തായിരുന്നാലും ആ ചെയ്ത രണ്ടാനച്ഛന് ശിക്ഷ കിട്ടണം, ആ അമ്മയ്ക്കും ശിക്ഷ കിട്ടണം. ഇനി ആ അമ്മയെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് അവന് വേണ്ടി വക്കാലത്ത് പിടിക്കാൻ എന്താണ് ഉള്ളതെന്ന് നമുക്ക് അറിയില്ല. അത് അവർക്ക് തന്നെയായിരിക്കും. ചില ആളുകൾക്ക് ഇങ്ങനെ ഒളിച്ചോടി പോകുന്നതും ഇങ്ങനെ രണ്ടാം രീതിയിൽ കല്യാണം കഴിക്കുന്നവരൊക്കെ ആയിട്ട് ഭയങ്കര ഒരു എത്ര അടിച്ചാലും ഇടിച്ചാലും തെറി വിളിച്ചാലും ഉപദ്രവിച്ചാലും ഭയങ്കര ഒരു അഡിക്ഷൻ ആയിരിക്കും അവരോട്. അതെന്ത് കാരണം കൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് നമുക്ക് പേഴ്സണലി അറിയാവുന്നുള്ള പല സ്ഥലത്തും അങ്ങനെ സംഭവിക്കുന്നുണ്ട്. ആദ്യത്തെ ആളുമായിട്ട് നല്ല രീതിയിൽ വിവാഹം കഴിച്ചു കൊടുക്കുന്ന ആളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഈ രണ്ടാമത് ഒളിച്ചോടി പോകുന്ന ആളോടൊപ്പം ഏത് രീതിയിൽ വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. അടികൊള്ളും, തെറിവിളി കേൾക്കും, എന്തും സഹിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയിലോട്ട് അവർ എത്തും. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. ഇവിടെ അതാണ് സംഭവിച്ചിരിക്കുന്നത്. ആ സ്വന്തം കുഞ്ഞിനെ പോലും വേദനിപ്പിക്കാനും വിട്ടുകൊടുക്കാനും അവനൊരു സാഡിസ്റ്റാണ്. അപ്പോൾ ആ കുഞ്ഞിൻ്റെ ശരീരം വെച്ച് കളിക്കാൻ വിട്ടുകൊടുക്കുന്ന ഒരു അമ്മയായി അവൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഓരോ ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ സംഭവിക്കുന്ന ന്യൂസ് കേൾക്കുമ്പം വളരെയധികം വിഷമമുണ്ട് കേട്ടോ. എന്നാലും ഈ ലോകം മാറില്ല. ഇന്ന് ഈ കുട്ടിയെങ്കിൽ നാളെ വേറൊരു കുട്ടി. സ്വന്തം അച്ഛനും അമ്മയും വരെ മക്കളെ ഉപദ്രവിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ പിന്നെ എങ്ങനെ മറ്റൊരാളെ വിശ്വസിച്ച് മക്കളെ ഏൽപ്പിക്കും എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തായിരുന്നാലും അവർക്ക് രണ്ടുപേർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടണമെന്ന് നമ്മൾ പറയും, പക്ഷേ അത് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ മനസ്സിൽ ഇതിനെപ്പറ്റി തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.